ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് നവംബർ മാസത്തിലെ 2ാം ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കര പിള്ളയ്ക്ക് ലഭിച്ചു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഡേവിഡ് സൊലോയ്ക്കാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. ഫ്ലഷ് എന്ന നോവലിനാണ് സൊലോയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഏകദേശം 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഹംഗേറിയൻ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഡേവിഡ് സൊലോയ്ക്കാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം. ഫ്ലഷ് എന്ന നോവലാണ് സൊലോയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ഏകദേശം 58 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഇനി ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്കാണ് ഇക്കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്കാണ് ഇക്കൊല്ലത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം. ഇനി വയലാർ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന്. വയലാർ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന്. ഇനി ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ഗോകുലം ഗോപാലന്. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരം ഗോകുലം ഗോപാലന്. ഇനി മലയാള മിത്രം പുരസ്കാരം കന്നഡ സാഹിത്യകാരി ഡോക്ടർ പാർവതി G ഐതലിന്. മലയാള മിത്രം പുരസ്കാരം കന്നഡ സാഹിത്യകാരി ഡോക്ടർ പാർവതി G ഐതലിന്. ഇനി KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം പ്രമുഖ സാമൂഹിക പ്രവർത്തക അരുണ റോയ്ക്ക്. KR ഗൗരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം പ്രമുഖ സാഹിത്യ പ്രവർത്തക അരുണ റോയ്ക്ക്. ഇനി ശാസ്ത്രീയ നൃത്തരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരളപ്രഭ പുരസ്കാരം. ശാസ്ത്രീയ നൃത്തരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരളപ്രഭ പുരസ്കാരം. ഇനി ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MR രാഘവ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MR രാഘവ വാര്യർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. മരണാനന്തരമാണ് കേട്ടോ അത്. കേന്ദ്ര സർക്കാരിൻ്റെ 2025 വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. ഇനി ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പാൽക്കുളങ്ങര K അംബികാദേവിക്ക്. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പാൽക്കുളങ്ങര K അംബികാദേവിക്ക്. ഇനി അവനവൻ കടമ്പ പുരസ്കാരം പടയണി ആചാര്യൻ പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ളയ്ക്ക്. അവനവൻ കടമ്പ പുരസ്കാരം പടയണി ആചാര്യൻ പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ളയ്ക്ക്. ഇനി ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താഡ്സ് ഗോത്രഭാഷ പ്രതിഭാ പുരസ്കാരം വാസുദേവൻ ചീക്കല്ലൂരിന്. ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കീർത്താഡ്സ് ഗോത്രഭാഷ പ്രതിഭാ പുരസ്കാരം വാസുദേവൻ ചീക്കല്ലൂരിന്. ഇനി സുപ്രീം കോടതിയുടെ അടുത്ത 53ാമത് ചീഫ് ജസ്റ്റിസായിട്ട്
ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതനായി. സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതനായി. ഇനി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി നിയമിതനായി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി നിയമിതനായി. ഇനി സുപ്രീം കോടതി റിട്ടയർ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയെ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി റിട്ടയർ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയെ 8ാം ശമ്പള കമ്മീഷൻ അധ്യക്ഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇനി ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശിവാംഗി സിംഗ്. എന്താണ് ഇന്ത്യയിലെ ഏക വനിതാ റഫാൽ പൈലറ്റാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ശിവാംഗി സിംഗ്. ഇനി അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജനായ ഗസാല ഹാഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിലെ വെർജീനിയ സംസ്ഥാനത്തിലെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ത്യൻ വംശജയായ ഗസാല ഹാഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ സുഖോയ് 30 MKI റഫാൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങളിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. US നഗരമായ മിസൗറി സിറ്റിയുടെ മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. ഇനി സാമിയ സുലുഹു ഹസൻ ടാൻസാനിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സാമിയ സുലുഹു ഹസൻ ടാൻസാനിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ ജേതാക്കളായത്. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ ജേതാക്കളായത്. ഇനി വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിങ്ങിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ചേസിങ്ങിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസിനെതിരെ 341 റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ റെക്കോർഡിട്ടത്. മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ 338 റൺസിനെതിരെ 341 റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ റെക്കോർഡിട്ടത്. ഇനി ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പദവി. ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പദവി. ഇനി 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി സ്മൃതി മന്ദാന. ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന
വനിതാ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി സ്മൃതി മന്ദാന. ഇനി ഈ ലോക കപ്പിൽ 434 റൺസ് നേടിയ താരം 2017 ലോകകപ്പിലെ മിഥാലി രാജിൻ്റെ 409 റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. എന്താണ് ഈ ലോകകപ്പിൽ 434 റൺസ് നേടിയ താരം 2017 ലോകകപ്പിലെ മിഥാലി രാജിൻ്റെ 409 റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ഇനി ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവാർത്ത് സ്വന്തമാക്കി. എന്താണ് ഒരു ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവാർത്ത് സ്വന്തമാക്കി. ഇനി ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് നേടിക്കൊണ്ടാണ് ഈ താരം ഈ നേട്ടം കൈവരിച്ചത്. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ 571 റൺസ് നേടിക്കൊണ്ടാണ് താരം ഈ നേട്ടം കൈവരിച്ചത്. ഇനി 100 വർഷം പൂർത്തിയാക്കി ഇന്ത്യൻ ഹോക്കി. 100 വർഷം പൂർത്തിയാക്കി ഇന്ത്യൻ ഹോക്കി. ഇനി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ച്വറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മേഘാലയൻ ബാറ്റർ ആകാശ് കുമാർ ചൗധരി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ച്വറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി മേഘാലയൻ ബാറ്റർ ആകാശ് കുമാർ ചൗധരി. 11 പന്തിലാണ് താരം 50 റൺസ് തികച്ചത്. എത്രയാണ്? 11 പന്തിലാണ് താരം 50 റൺസ് തികച്ചത്. ഇനി കേരളത്തിലെ ആദ്യ ഭൂഗർഭജല തുരങ്ക പാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ ജല തുരങ്ക പാതയാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ഇനി അയോധ്യയിലെ സരയൂ നദീതീരത്താണ് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത്. അയോധ്യയിലെ സരയൂ നദീതീരത്താണ് ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത്. ഇനി 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി ഉത്തർപ്രദേശിലെ അയോധ്യ. 26 ലക്ഷം ചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി ഉത്തർപ്രദേശിലെ അയോധ്യ. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS മാഹി. ഇനി 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ APEC ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ഗയോങ്ചുവിൽ നടന്നു. 2025 ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ഗയോങ്ചുവിൽ നടന്നു. ഇനി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി എലിക്കുളം പഞ്ചായത്തിൽ. ഇനി കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അർഹമായി. കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫിക്ക് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷൻ അർഹമായി. ഇനി സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. സൈനിക സേവനങ്ങളിൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാനുതകുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ
CMS-03 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഇനി ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. എന്താണ്? ഓപ്പൺ AI പുറത്തിറക്കിയ പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. എന്താണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഗൂഗിളിൻ്റെ ക്വാണ്ടം ചിപ്പാണ് വില്ലോ. ഇനി ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. എന്താണ്? ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് X-59 ജെറ്റ് വിജയകരമായി പരീക്ഷിച്ച് നാസ. ഇനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായി. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായി. ഇനി യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച് ലക്നൗ. യുനെസ്കോയുടെ സൃഷ്ടിപരമായ നഗരങ്ങളുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN പട്ടികയിലാണ് ലക്നൗവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച് ലക്നൗ. യുനെസ്കോയുടെ സൃഷ്ടിപരമായ നഗരങ്ങളുടെ പട്ടികയിലാണ് ലക്നൗവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പലായ INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പലായ INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു.